ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കണ്ടിട്ട് വല്ലതും മനസ്സിലായോ? ഇന്നൊരു ക്യാമ്പിംഗ് ട്രിപ്പാണ് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ക്യാമ്പിങ്ങിന് പോണത് ജബൽ അക്തറിലാണ്. നമ്മുടെ ഒപ്പം 2 ഫാമിലീസും കൂടി. ക്യാമ്പിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം തലയിൽ നിന്ന് വാങ്ങി റെഡിയാക്കി വെച്ചു. ചാക്കോളും പ്ലേറ്റ്സും ഗ്ലാസും അങ്ങനെ വേണ്ട എല്ലാം. അതുകൂടാണ്ട് ബാർബിക്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ മീറ്റ് മിഷ്കാക്കിന് വേണ്ടി റെഡിയാക്കിയിരുന്നു. തലേന്ന് തന്നെ മാരിനേറ്റും ചെയ്തു വെച്ചു. കൂടാതെ ചിക്കനും മാരിനേഷൻ ചെയ്തു വെച്ചിരുന്നു. ജബൽ അക്തർ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. വണ്ടിയുടെ ടയറെല്ലാം ഗുഡ് കണ്ടീഷൻ ആയിരിക്കണം. 4 വീൽ ഡ്രൈവ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അതുകൂടാണ്ട് പല പല സൈൻസും ഉണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ അന്ന് ജബൽ അക്തർ വീഡിയോ ഇട്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ക്യാമ്പ് ചെയ്തത്. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ഡായിരുന്നു ടെൻറ്റിൽ എങ്ങനെയാണ് ഉറങ്ങാന്നുള്ളത്. പെണ്ണുങ്ങളൊക്കെ കുക്കിങ്ങിന് ഇറങ്ങി. അവിടെ നമ്മുടെ കുക്കിന്റെ ഒക്കെ മുഖം ഒന്ന് കാണട്ടെ. ഇത് ഷെഫാന കുക്ക്, അത് നദ കുക്ക്. ചായ, പഴംപൊരി, അന്തസ്. തണുപ്പത്ത് നല്ല ചൂട് ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ചായയോ നല്ല ചൂട് പഴംപൊരിക്കും പ്രിപ്പറേഷൻ ഇറങ്ങി. നദാ, പഴംപൊരി ആയോ? ഗരം പഴംപൊരി. അടിപൊളി കേട്ടോ. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തത് കോൾമാൻ്റെ ഇൻസ്റ്റന്റ് ടെൻ്റാണ്. എല്ലാ വെതറിലും യൂസ് ചെയ്യാം. പിന്നെ 6 പേർക്ക് വരെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാം. സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. വേഗം തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ ടെൻറ്റിന് 4 സൈഡിലും വിൻഡോസ് ഉണ്ട്. ഒപ്പം തന്നെ പുറത്ത് നെറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ നല്ല കാറ്റൊക്കെ വേണമെന്നാണെങ്കിൽ ഈ വിൻഡോസ് ഓപ്പൺ ചെയ്തിടാം. നെറ്റ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഇൻസെക്ട്സ് ഒന്നും കയറിയില്ല. ഇത് 6 പേർക്ക് കിടക്കണം ടെൻ്റാണ്. അത്രയും സ്പേസ് ഉണ്ട് അതിന്. ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെഡാണ് ഇത്. എയർ വെച്ചിട്ടാണ് ഇത് വീർപ്പിക്കുന്നത്. സ്ലീപ്പിംഗ് ബാഗ് വെച്ച് ഡയറക്റ്റ് കിടന്നാൽ ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം നല്ലൊരു കംഫർട്ടബിൾ ആകും. പ്രത്യേകിച്ച് കുട്ടികളും കൂടി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്തത്. ഇതിൻ്റെ കൂടെ ഒരു പമ്പ് ഉണ്ട്. ഒരു ടെൻറ്റിന് 2 ബെഡ് എന്ന കണക്കായിരുന്നു. എന്നാലേ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ആവുള്ളൂ. കൂടെ 2 പില്ലോയും കൂടിയുണ്ട്. ഇപ്പം ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇലക്ട്രിക് പമ്പ് വെച്ചിട്ടാണ്. കാറിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന പമ്പാണ്. മറ്റേതാണെങ്കിൽ കുറേ ടൈം പിടിക്കും നമ്മൾ പമ്പ് ചെയ്ത് വരാം. ഈ പമ്പാണ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഇത് നോർമലായിട്ടൊക്കെ വീർപ്പിക്കാൻ പറ്റുള്ളൂ. കൂടെയുള്ള പില്ലോ ഇതാണ്. 2 പില്ലോസ് അവൈലബിൾ ആണ്. അത് വല്ല ഡാമേജ് വന്നാൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാണ്. കണ്ടോ, ഹോള് വന്നാൽ ഒട്ടിക്കാനുള്ള 2 സ്റ്റിക്കേഴ്സും ഇതിലുണ്ട്.
ബെഡൊക്കെ സെറ്റ് ചെയ്തു. ഇത് ടെൻറ്റിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റാണ്. പല കമ്പനിയുടെ ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഇത് വേറൊരു കമ്പനിയുടെയാണ്. മുകളിലും താഴെ ഉണ്ടാകും ഇതിൻ്റെ പ്രത്യേകത. ഇതായിരുന്നു ഞങ്ങളുടെ ടെൻറ്റ്. കണ്ടോ, ബെഡിൻ്റെ മേലെ ബ്ലാങ്കറ്റ് വിരിച്ചു, പിന്നെ പില്ലോസും വെച്ചു, കൂടാതെ ബ്ലാങ്കറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് മിഷനായത് ബാർബിക്യൂ പ്രിപ്പറേഷനാണ്. നല്ല തണുപ്പായിരുന്നു. ഒരു 16 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീ കത്തേണ്ട താമസം എല്ലാവരും എത്തി. കുട്ടികൾക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ക്യാമ്പിംഗ് ട്രിപ്പ് ബോറടിക്കാതിരിക്കാൻ കുട്ടികൾക്ക് കുറച്ച് ഗെയിംസും കൂടി അറേഞ്ച് ചെയ്തിരുന്നു. കുട്ടികൾക്കാ വെച്ചതെങ്കിലും പിന്നെ കളിച്ചതൊക്കെ വലിയവരായിരുന്നു. ലാസ്റ്റായിട്ട് ക്യാമ്പ് ഫയർ ആയിരുന്നു. എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് കുറേ നേരം തീയൊക്കെ കാഞ്ഞ് ചൂടൊക്കെ ഒന്നാക്കി അങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബട്ട് ടു ബി കണ്ടിന്യൂഡ്. പാർട്ട് 2 വിൽ ബി കമ്മിങ് സൂൺ. ബൈ.